ശരി, ഊബർ ഡ്രൈവർമാരോട് അനീതിയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നാളെ മുതൽ ഓടണ്ട എന്ന് ഇവിടുത്തെ തൊഴിലാളികളോട് മന്ത്രി പറയുമ്പോൾ അതൊരു ജീവിത പ്രതിസന്ധി സൃഷ്ടിക്കലാണ്. അപ്പോൾ അതൊരു വലിയ അനീതിയാണ് എന്നുള്ളതാണ്. നമുക്ക് 2015 ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. അതിൽ അദ്ദേഹം ഈ ഊബർ സർവീസ് കേരളത്തിലും ആരംഭിച്ചതിനെക്കുറിച്ച് കൗതുകത്തോടുകൂടി പറയുന്ന ഒരു പോസ്റ്റാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ഇപ്പോൾ ഈ സർവീസ് ലഭ്യമായിട്ടുള്ളത്. സ്വന്തമായി കാറുള്ള ആർക്കും തൻ്റെ വാഹനം ഒരു ടാക്സി വാഹനം പോലെ മറ്റുള്ള യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ സഹായിക്കുന്ന സർവീസാണ് ഊബർ. ഇതിനുവേണ്ട സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ഊബർ ലഭ്യമാക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്ക് കിട്ടുന്ന തുകയുടെ 20 മുതൽ 25% വരെ ഊബറിന് കമ്മീഷൻ നൽകണം. ഇതാണ് ഊബറിൻ്റെ ബിസിനസ് മോഡൽ എന്നത് ഒരു അംഗീകരിക്കാവുന്ന ഒരു മോഡലായിട്ടാണ് അന്ന് തന്നെ അതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഊബർ ഡ്രൈവർമാർ നമ്മളെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന സർവീസ് നൽകുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ടാക്സിയുമായി ബന്ധപ്പെട്ട് ടാക്സിക്കാർ എത്ര ചാർജ് ഈടാക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഊബറിൻ്റെ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ പലതരം വാഹനങ്ങളുണ്ടാകും. ഓട്ടോറിക്ഷ ഉണ്ടാകും, 2 തരം കാറുകളുണ്ടാകും. നമ്മുടെ പൈസയ്ക്കനുസരിച്ച് നമുക്ക് സർവീസ് തീരുമാനിക്കുക. ഏറ്റവും വേഗത്തിൽ പോകുന്ന ഏതാണെന്നുണ്ടാകും, അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. വിരൽത്തുമ്പിലാണ് 2 മിനിറ്റിനുള്ളിൽ വണ്ടി എത്തുന്നു എന്നുള്ളതാണ്. അത് ഏത് അസമയത്തും പോകാൻ കഴിയുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഏറ്റവും സുരക്ഷിതമായി എത്താൻ കഴിയുന്നു. ഇനിയിപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, വാഹനത്തിൽ വൃത്തിയുണ്ടോ ഇല്ലേ നമുക്ക് റേറ്റിംഗ് ഉണ്ട്. എന്താണ് കംപ്ലയിൻറ്റ് നമുക്കതിൽ മാർക്ക് ചെയ്യാം. ഒരു മോശം വാഹനത്തിൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിൽ ആ രൂപത്തിൽ ഓടാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായി അപ്പോൾ പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. നമുക്ക് മറിച്ച് അതുപോലെയല്ലല്ലോ മറ്റു കാര്യങ്ങൾ. ഈ തിരിച്ചുള്ള ഓട്ടത്തിനുള്ള പൈസ കൂടെ എന്നുള്ള നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇതുണ്ട്. ഇപ്പോൾ ഊബറിൽ ഓട്ടോകളും ഓടുന്നുണ്ട്, ഊബർ ഓട്ടോകളുമുണ്ട്. അപ്പോൾ ഇതൊരു സാഹചര്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇത്രയും മേഖലയിൽ ഇവിടേക്ക് ഊബർ എത്തേണ്ടതില്ല. ഒരു മേഖല തിരിച്ചുകൊണ്ട് ഇത് ടാക്സി ഡ്രൈവർമാരുടെ ഏരിയ എന്ന് പറഞ്ഞ് നിശ്ചയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് സഹായകമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിലപ്പുറമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഗിഗ് എക്കോണമി ആപ്പ് എന്ന് പറയുന്ന സംവിധാനം, അതിൽ പറയുന്ന ഗിഗ് വർക്കേഴ്സിൽ പെടുന്നവരാണ് ഈ ഊബർ ഡ്രൈവർമാരും. അതാണ് നമ്മൾ ഈ പറയുന്നത്. സ്വിഗ്ഗി ആയാലും ആമസോൺ ആയാലും എല്ലാം വിരൽത്തുമ്പിലാണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് പല സംവിധാനങ്ങളും മാറുകയാണ്. ഇപ്പോൾ ടാക്സി ഡ്രൈവർമാർക്കും വേണമെങ്കിൽ ഊബർ ആപ്പ് വെച്ചുകൊണ്ട് അതിലേക്ക് തന്നെ ആ ജോലിയിലേക്ക് പോകാം. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു വിഷയമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഊബർ സംവിധാനം ഈ പറയുന്ന കമ്പനി ചെയ്യാത്തൊരു കാര്യത്തിന് ഡ്രൈവർമാർ നാളെ മുതൽ ഓടണ്ട എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഈ പറയുന്ന പോലെ അവർക്ക് യൂണിയനൊന്നുമില്ല. പല വിധത്തിൽ ചിതറിക്കിടക്കുകയാണ്. അവർ കൃത്യമായ എണ്ണം, കേരളത്തിൽ എത്ര ഊബർ ഡ്രൈവർമാരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ എണ്ണം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ തന്നെ അറിവിൽ തന്നെ എത്രയോ വിദ്യാർത്ഥികൾ പഠിക്കാനായി പഠനം കഴിഞ്ഞ് രാത്രി ഊബർ ഓടിച്ച് രാവിലെ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഈ 2 തരം ജോലികൾ, നേരത്തെ സുജയ പറഞ്ഞ 2 തരം ജോലി, അത്രയും ഒരു വരുമാനം ഉണ്ടാക്കുക, എക്സ്ട്രാ ഏണിംഗ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഊബർ ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ കഴിയുന്നൊരു സംവിധാനമായി അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കൂടി കാണേണ്ടതുണ്ടല്ലോ. ടാക്സി ഡ്രൈവർമാരൊരു തുക നിശ്ചയിച്ച് അവരോട് നമ്മളോട് പറയുക ചെയ്യുക, തുക നമുക്ക് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ എത്ര കിലോമീറ്റർ എന്നുള്ള കണക്കിൽ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, നന്നായി ചെയ്യുന്നവരും ഉണ്ടാകാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ആളുകൾക്ക് പുതിയ കാലത്ത് എളുപ്പം എത്താൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ഊബറിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ നാളെ മുതൽ ഓടണ്ട എന്ന് പറയുന്ന മന്ത്രി പറയുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഈ പറയുന്ന ഈ കേരള സവാരി ആപ്പ് കൊണ്ടുവരുമെന്ന് പറയുന്നു. എല്ലാത്തിനും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലേക്ക് ആക്കുമെന്ന് പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെ. അത് വരുന്നവരെ അവരോട് നാളെ മുതൽ പോകണ്ട എന്നല്ലല്ലോ പറയേണ്ടത്. അത് വരുന്നവരെയുള്ളൊരു സാഹചര്യമുണ്ട്. നിലവിൽ കോടതി വിധി എന്തായാലും ഊബർ ഡ്രൈവർമാർക്ക് അനുകൂലമാണ്. അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണമെന്നുള്ളതാണ്. ഇത് ഈ വിവാദത്തിൻ്റെ ഒക്കെ തുടക്കം എപ്പോഴാണ്? ഈ മൂന്നാറിൽ ഒരു ടൂറിസ്റ്റ് ഊബറിൽ അവിടേക്ക് പോകുന്നു. അവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്ക് പ്രശ്നമുണ്ടാകുന്നു. അവിടെ വെച്ച് അവരൊരു പോസ്റ്റ് ഇടുന്നു ഫേസ്ബുക്കിൽ, ഈ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ടൂറിസ്റ്റായി ഇനി വരില്ല, ഇവിടത്തേക്ക് കാലുകുത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ കേരളത്തിൽ അപമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വന്നതാണ് ഇപ്പോൾ ഈ ചർച്ചയിലേക്കൊക്കെ നയിച്ചിരിക്കുന്നത്, ഈ സാഹചര്യത്തിലേക്കൊക്കെ നയിച്ചിരുന്നത്. നേരത്തെയും ടാക്സി ഡ്രൈവർമാർ ഊബറിനെ എതിരെ തിരിഞ്ഞിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന കാര്യം പിന്നെ അത് പരിഹരിക്കപ്പെട്ടു പോയതാണ്. അപ്പോൾ വീണ്ടും അത് വരുമ്പോൾ ഒരുപക്ഷേ ഈ യൂണിയനുകളുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം മന്ത്രി പെട്ടെന്ന് ഇങ്ങനെ 2 തരത്തിലൊക്കെ മാറ്റി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അനീതി അംഗീകരിക്കാൻ പറ്റില്ല. അവരിപ്പോൾ കോടതിയിൽ പോയാൽ ഉറപ്പായും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമാണ് ഉണ്ടാവുക. ഊബർ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് സർക്കാർ. എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ടോ? എല്ലാ സേവനങ്ങളും ഓൺലൈനാണ്. മാത്രമല്ല ഇപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഏത് അസമയത്ത് ഇപ്പോൾ ടാക്സി വിളിക്കണമെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാകണം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ടാക്സി ഡ്രൈവർ കിട്ടിയില്ല, അടുത്തൊരു ഓപ്ഷൻ ഇല്ല. അല്ല, നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയാലും ഊബർ കിട്ടും. വീട്ടിലുണ്ടെങ്കിലേ മക്കൾക്ക് ഇപ്പോൾ ഓഫീസിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് കൊടുക്കാം വണ്ടി. അതെ, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകാനൊക്കെ യൂബർ തന്നെ മതി. അവരൊരു ബുദ്ധിമുട്ടുമില്ല. പണ്ട് എങ്ങനെയാണ് ഒരു ഡ്രൈവറെ കണ്ടെത്തി അവർ വരുമെന്ന് ചോദിക്കണം, മറ്റൊന്നും. ഇത് കറക്റ്റായിട്ട് അറിയാം. അമ്മ എവിടെ എത്തി, വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇന്ന സ്ഥലത്ത് എത്തായി, ഹോസ്പിറ്റലിൽ എത്തി, അപ്പോൾ അവിടെ വേണമെങ്കിൽ വിളിച്ചു പറയാം. ഒരു വളരെ ഓൺലൈൻ സിസ്റ്റം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഗതാഗത മന്ത്രി, നമ്മുടെ സർക്കാർ തന്നെ ഇത് ഇനിഷ്യേറ്റീവ് എടുത്തത് മെച്ചപ്പെടുത്തുമെന്നായിരുന്നു പറയേണ്ടത്. അതെ,
അതിന് പകരം നോക്കൂ, ഇപ്പൊ കോഴിക്കോടായാലും തിരുവനന്തപുരത്തായാലും എന്ത് മാതിരിയാണ് അവരെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ടാക്സി ഡ്രൈവർമാർ മാത്രം ഓടിയാൽ മതി എന്നുള്ള ഒരു ഗുണ്ടായസത്തിന്റെ രൂപത്തിൽ അത് പ്രവർത്തിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൂട്ടി പറയേണ്ട ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ താൽക്കാലിക പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത്. കമ്പ്യൂട്ടറിനെതിരെയും ഒക്കെ ഉള്ള വലിയ സമരങ്ങൾ നടക്കുമ്പോൾ അവസാനം ഇങ്ങനെയൊക്കെയുള്ള തൽക്കാലത്തേക്കുള്ള സ്റ്റോപ്പ് ക്യാബ് അറേഞ്ച്മെന്റ്സ് ആണ് അന്നും ഉണ്ടാക്കിയത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളെല്ലാവരും ഭാരത് ടാക്സി ഈ മാസം അവസാനം വരികയാണ്. ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പരിഹാര നിർദ്ദേശം നമ്മൾ ചിരിക്കുമായിരിക്കും. കാരണം ഇത് ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുടെ വരവിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സുജയ് പറഞ്ഞതിനകത്ത് വളരെ ഇതായിട്ട് തോന്നി എനിക്ക്. പല ആൾക്കാരെയും പോക്കറ്റിൽ പൈസ തപ്പി നോക്കിയാൽ 1 രൂപ പോലും ഉണ്ടാവില്ല. പൈസ ഇല്ല, എല്ലാം എല്ലാവരും ഡിജിറ്റലായി ജിപേ ചെയ്യുന്നു. എല്ലാവരും നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് രാവിലെ 160 രൂപയ്ക്ക് ഞാൻ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ അത് വളരെ പെട്ടെന്ന് 200 രൂപ. എന്താ കാര്യം? രാവിലെ 10:30. അപ്പോൾ എന്താ കാര്യം? തിരക്ക് കൂടുതലാണ്. ആ തിരക്ക് കൂടുതലുള്ള സമയത്ത് ചാർജ് കൂടുതലായിരിക്കും. തിരക്ക് കൂടുതൽ. അതുപോലെ തന്നെ ഈ നമുക്ക് തൊട്ടടുത്തുള്ള, അതായത് 2 മിനിറ്റ് അകലെയുള്ളത്, 5 മിനിറ്റ് അകലെയുള്ളത്, ആ ദൂരം കൂടി വെച്ചിട്ടാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൂടുതലാണ്. എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യത്തിലുള്ള ഒരു സംവിധാനമാണ്. അത് നാളെ മുതൽ ഇല്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം കൂടി. ഊബർ കൊള്ളാന്ന് പറയുമ്പോൾ ഞാൻ പറയായിരുന്നു, നിങ്ങൾ ഈ പല സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ റേറ്റ് വല്ലാതെ കൊള്ളാം, പക്ഷേ കൊള്ളയുമുണ്ട്. നമ്മൾ അതിപ്പോൾ ഈ സർജ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സൊമാറ്റോയോ അങ്ങനെയുള്ള ആപ്പുകളിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് മഴ പെയ്താൽ വില കൂടും. വി വിൽ നെവർ നോ. ഞാൻ പറഞ്ഞ ഈ 10:30 മണിക്ക് തിരക്കാണെന്ന് മെഷീൻ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു. ഡിസിഷൻ അവരാണ് എടുക്കുന്നത്. നമുക്കറിയില്ല, തിരക്കാണെന്ന് പറയാണ് മെഷീൻ. അതുകൊണ്ട് ഇന്ന് 20 രൂപ കൂടുതൽ കൊടുത്താൽ മതി. ഓ ശരി സാർ. ഒരു ഓട്ടോറിക്ഷക്കാരൻ നമ്മൾ 10 രൂപ വെച്ച് നമ്മൾ അടിയുണ്ടാക്കാൻ ആളുണ്ടേ. അതുകൊണ്ട് ഓർക്കണം എന്ന് പറയുമ്പോൾ. ഏതായാലും പുതിയ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതായാലും നാളെ മുതൽ ഊബർ ഡ്രൈവർമാർ ഓടരുത് എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമാണ്. അത് നടക്കാൻ പോകുന്ന കാര്യവുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.